പുതിയൊരു ആഡ് അക്കൗണ്ടിൽ നിന്ന് ഇ-കൊമേഴ്സിന് വേണ്ടി ആഡ്സ് ചെയ്യുമ്പോൾ ഏത് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇ-കൊമേഴ്സിന്റെ ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഇ-കൊമേഴ്സ് സെയിൽസ് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ മെറ്റാ ആഡ്സിന്റെ സെയിൽസ് ഒബ്ജക്റ്റീവ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ സെയിൽസ് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സെയിൽസിന് വേണ്ടി ആ ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ആയി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് സെയിൽ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റീവിന്റെ മെറ്റാ ആഡ്സിന്റെ ഒബ്ജക്റ്റീവ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഏത് ഒബ്ജക്റ്റീവ് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട്സ് ആയിരിക്കും അവിടെ വരിക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻഗേജ്മെന്റ് ഒബ്ജക്റ്റീവ് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ എൻഗേജ്മെന്റ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ആവുക. ആ പർട്ടിക്കുലർ പോസ്റ്റിനുള്ള എൻഗേജ്മെന്റ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ ലീഡ്സ് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ലീഡ്സ് തന്നെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ലീഡ്സിന് വേണ്ടിയായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സെയിൽസ് ക്യാമ്പയിൻസ്. ഇപ്പോൾ സെയിൽസ് ക്യാമ്പയിൻസ് നമുക്ക് സെയിൽസ് കിട്ടണമെങ്കിൽ സെയിൽസ് ഒബ്ജക്റ്റീവ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ പർട്ടിക്കുലർലി ഇപ്പോൾ നമ്മളിപ്പോൾ ഇ-കൊമേഴ്സ് നമ്മുടെ ഒരു വെബ്സൈറ്റിലോട്ട് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെയിൽസ് ക്യാമ്പയിൻസ് തന്നെ ചെയ്ത് തന്നെ പോകണം. ആ കൺവേർഷൻ ക്യാമ്പയിൻ ചെയ്ത് തന്നെ പോകണം, എന്നാലേ നമുക്ക് റിസൾട്ട്സ് കിട്ടും. പക്ഷെ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് പുതിയതാണെങ്കിൽ, ഒരു പുതിയ ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് പുതുതായിട്ട് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ ഈ സെയിൽസ് ഒബ്ജക്റ്റീവ് നിങ്ങൾ സെലക്ട് ചെയ്യില്ല. അതിനൊരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റാ ആഡ്സിന്റെ കംപ്ലീറ്റ് ഒബ്ജക്റ്റീവിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് സെയിൽസ് ഒബ്ജക്റ്റീവ്. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് കണക്ട് ചെയ്താണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പിക്സൽ അല്ലെങ്കിൽ ഡാറ്റ സെറ്റ്സ് കണക്ട് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു അഡ്വാൻസ്ഡ് കൈൻഡ് ഓഫ് ഒരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ആഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ക്യാമ്പയിൻസ് ഈ ഒരു സെയിൽസ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ അക്കൗണ്ട് ഒന്ന് വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ക്യാമ്പയിൻസോ നമുക്ക് സെലക്ട് ചെയ്യാം. അത് ആ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ട് പുതിയതാണെങ്കിൽ ഒരു ട്രാഫിക് ക്യാമ്പയിൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ട്രാഫിക് ക്യാമ്പയിൻ സെലക്ട് ചെയ്യാം. ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പയിനകത്ത് തന്നെ ഒരു 5 ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ആഡ് സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ആഡ് സെറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രോഡായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിലും ഡിഫറെൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രോഡായിട്ട് കൊടുക്കുക. അതിനെ വീണ്ടും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 5 ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനൊരു ആവറേജ് ഒരു പെർ ആഡ് സെറ്റ് ഒരു 100 റുപ്പീസ് നമ്മൾ ഇട്ടാൽ മതി. കാരണം ഇത് നമ്മൾ ഈ ഒരു റിസൾട്ട്സിന് വേണ്ടിയല്ല ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മളുടെ പുതിയൊരു ആഡ് അക്കൗണ്ടിനെ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിനിൽ ഒരു 5 ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ക്യാമ്പയിൻ റിവ്യൂ കഴിഞ്ഞ് അതിനെ ആക്റ്റീവ് ആക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 അവേഴ്സ് എങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 അവേഴ്സ് എങ്കിലും ആ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എമൗണ്ട് അങ്ങ് സ്പെൻഡ് ആവും. എമൗണ്ട് സ്പെൻഡ് ആയിട്ട് ഒരു മേ ബി നമ്മൾ ഓരോ ആഡ്സെറ്റിനും 100 റുപ്പീസ് വെച്ചായിരിക്കും ഇട്ടെങ്കിൽ അത് ഒരു എമൗണ്ട് സ്പെൻഡ് ആയ മേ ബി ഒരു 300-400 റുപ്പീസ് ഒക്കെ ചിലപ്പോൾ സ്പെൻഡ് ആവും. അപ്പോൾ അതിനെ അറ്റ്ലീസ്റ്റ് ഒരു 5 അവേഴ്സ് എങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുക. കീപ്പ് ചെയ്തതിന് ശേഷം ആ ക്യാമ്പയിൻ ഓഫ് ചെയ്യുക. ക്യാമ്പയിൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു ട്രാഫിക് ക്യാമ്പയിൻ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ആ ക്യാമ്പയിനിൽ നേരത്തെ നമ്മൾ ചെയ്ത അതേ ഒരു പ്രോസസ്സ്, ഒരു ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വീണ്ടും ഒരു 5 ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും സെയിം പ്രോസസ്സ്, ഒരു 100 റുപ്പീസ് വെച്ചിട്ട് ഓരോ ആഡ് സെറ്റ്സിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് ക്യാമ്പയിൻ നിങ്ങൾ ഓഫ് ചെയ്തോ കുഴപ്പമില്ല. രണ്ടാമത്തെ ക്യാമ്പയിനും നിങ്ങൾ ഇതേപോലെ ഒരു 5-6 അവേഴ്സ് റൺ ചെയ്യുമ്പോൾ അതും കുറച്ച് എമൗണ്ട് സ്പെൻഡ് ആവും. വേണമെങ്കിൽ ഇതേ പ്രോസസ്സിനെ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 5 ആഡ് സെറ്റ്സ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ട്രാഫിക് ഒക്കെ വരുമായിരിക്കും. ട്രാഫിക് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ട്രാഫിക് ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് വരുമായിരിക്കും. പക്ഷേ സെയിൽസ് ഒന്നും കിട്ടാനുള്ള ചാൻസസ് ഇല്ല. കാരണം ഈ കംപ്ലീറ്റ്ലി നമ്മൾ ട്രാഫിക്കിന് വേണ്ടിയാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം, നമുക്ക് ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ ഓരോ ക്യാമ്പയിനിലും 5 ആഡ് സെറ്റ് വെച്ചതുകൊണ്ട് നിങ്ങൾ ഒരു 15 കൈൻഡ് ഓഫ് ആഡ് സെറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. 15 കൈൻഡ് ഓഫ് ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് 15 ആഡ് അപ്രൂവൽസ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മെറ്റയുടെ ആ അൽഗോരിതം ജസ്റ്റ് ഒന്ന് വാമപ്പ് ആവുകയാണ്. മാത്രമല്ല ഇത്രയും ആഡ് അപ്രൂവൽസ് കിട്ടുമ്പോൾ നമ്മുടെ ആഡ് അക്കൗണ്ട് മെറ്റ അൽഗോരിതം ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇത് റിയൽ ആയിട്ടൊരു പേഴ്സൺ നമ്മൾ ആഡ് ചെയ്യാനുള്ള രീതിയിൽ മൂവ് ചെയ്യാണ്. ഇപ്പോൾ അവർ ചെയ്യുന്ന ആഡ്സ് എല്ലാം ഓക്കെയാണ്, അത് അപ്രൂവ് ആവുന്നുണ്ട് എന്നുള്ള ഒരു 15+ ആഡ് അപ്രൂവൽസ് വരുമ്പോൾ തന്നെ നമ്മളുടെ ആഡ് അക്കൗണ്ട് അത്യാവശ്യം നല്ലൊരു രീതിയിൽ വാമപ്പ് ആവും. അതിനുശേഷം നിങ്ങൾ ഈ മൂന്ന് ക്യാമ്പയിൻസും, ഓരോ ക്യാമ്പയിൻസ് ഒരു 3-4 മണിക്കൂർ റൺ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ചെയ്തതിന് ശേഷം ഈ 15 ആഡ് അപ്രൂവൽസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സെയിൽസ് ക്യാമ്പയിൻസിലോട്ട് മൂവ് ചെയ്യാം. സെയിൽസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സെയിൽസ് കൺവേർഷൻ ക്യാമ്പയിൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് പിക്സൽ അല്ലെങ്കിൽ ഡാറ്റ സെറ്റ്സ് സെലക്ട് ചെയ്ത്
അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് സെയിൽസ് ക്യാമ്പയിൻ നമുക്ക് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സെയിൽസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ട്രാഫിക് ക്യാമ്പയിന് അല്ലെങ്കിൽ ട്രാഫിക് ക്യാമ്പയിന് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് ക്യാമ്പയിനും വേണമെങ്കിൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ട്രാഫിക് ക്യാമ്പയിൻ ആയിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്, കാരണം നമ്മുടെ സൈഡിലോട്ട് കുറച്ച് ട്രാഫിക് ഒക്കെ ഈ ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ വരും. അപ്പോൾ ഇത്രയും ഈ ഒരു ട്രാഫിക് ക്യാമ്പയിൻസ് ഇതേപോലെ ഒരു ടെസ്റ്റ് ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ അക്കൗണ്ടൊന്ന് വാമപ്പ് ആവും. രണ്ടാമത്തെ ഒരു ഗുണം നമ്മളുടെ വെബ്സൈറ്റിലോട്ട് കുറച്ച് ട്രാഫിക് വരും. അപ്പോൾ ഈ ട്രാഫിക്കൊക്കെ നമ്മുടെ ഡാറ്റ സെറ്റ്സ് അല്ലെങ്കിൽ പിക്സൽ അത് ട്രാക്ക് ചെയ്ത് ആ പിക്സലിന്റെ കുറച്ച് ഡാറ്റ ഒക്കെ വന്ന് തുടങ്ങും. പിന്നെ ഈ സെയിൽസ് ക്യാമ്പയിൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ പേഴ്സണലി 1-2 സെയിൽസ് ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിട്ടൊക്കെ 3-4 സെയിൽസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സെറ്റ്സ് ഈ പർച്ചേസസ് കൂടെ അതിനകത്ത് ആക്ടിവേറ്റ് ആവും. പർച്ചേസസ് ഇതും കൂടെ ആ ഈവന്റും കൂടെ ആക്ടിവേറ്റ് ആവും നമ്മൾ അതിനകത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു സെയിൽസ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെറ്റയ്ക്ക് കുറച്ചുകൂടെ ഒപ്റ്റിമൈസേഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ സെയിൽസ് ക്യാമ്പയിൻ വളരെ സ്മൂത്ത് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു ഇ-കോമേഴ്സ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആഡ് അക്കൗണ്ട് ഫ്രഷ് ആഡ് അക്കൗണ്ടാണ്, പുതുതായിട്ട് ഇപ്പം ക്രിയേറ്റ് ചെയ്ത ആഡ് അക്കൗണ്ടാണ്, അതിനകത്ത് വേറെ ക്യാമ്പയിൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഈ സെയിൽസ് ക്യാമ്പയിൻ ചെയ്യാൻ പോകില്ല. ആദ്യം ഈ ഒരു ട്രാഫിക് ക്യാമ്പയിനോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ക്യാമ്പയിനോ ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ മൾട്ടിപ്പിൾ ആഡ് സെറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 10-15 ആഡ് സെറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ആ അക്കൗണ്ടിനൊന്ന് വാമപ്പ് ചെയ്യാം. അതിനുശേഷം സെയിൽസ് ക്യാമ്പയിനിലോട്ട് പോകുന്നതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ ക്യാമ്പയിൻസിലും 5 ആഡ് സെറ്റ്സ് വെക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് സെറ്റ്സ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ക്യാമ്പയിൻ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 5 ആഡ് സെറ്റ്സ് വെക്കുന്നതാണ് നല്ലത്. എന്നാൽ കൂടുതൽ ക്യാമ്പയിൻ ആഡ് സെറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആഡ് അക്കൗണ്ട് ബ്ലോക്കിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആഡ് അക്കൗണ്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് കംപ്ലീറ്റ്ലി ഒരു മെറ്റയുടെ അൽഗോരിതമാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലാണ് അതിനകത്ത് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു വാമപ്പ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ അൽഗോരിതം തന്നെ അത് ഓട്ടോമേറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ആഡ് അക്കൗണ്ട്സിനെ കുറച്ചുകൂടെ ഹെൽത്തി ആഡ് അക്കൗണ്ട് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. പിന്നെ അത് കൺവേർഷൻ ക്യാമ്പയിൻസ് ഈ സെയിൽസ് കൺവേർഷൻ ക്യാമ്പയിൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ മൂവ് ചെയ്യുക. അക്കൗണ്ടിനെ ആദ്യം വാമപ്പ് ചെയ്യുക, അതിനുശേഷം സെയിൽസ് കൺവേർഷൻ ക്യാമ്പയിൻസിലോട്ട് മൂവ് ചെയ്യുക.